വർഗീയത തുലയട്ടെ എന്നും സ്വാതന്ത്ര്യം, സോഷ്യലിസം, ജനാധിപത്യമെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നവർക്ക് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല. പുറമെ കാണിക്കുന്ന നിഷ്കളങ്ക സ്നേഹമല്ല അകമയുള്ളത്. അവർ സ്ത്രീകൾക്ക് വേണ്ടി വാതോരാതെ സംസാരിക്കും. എന്നാൽ ഉള്ളിലിരിപ്പ് നിഷ്കളങ്കതയോ സ്നേഹമോ അല്ല. പൊള്ളയായ മനുഷ്യഹൃദയങ്ങളാണ് ഇന്ന് ലോകത്തുള്ളത്. ചതിയും കാപട്യവും മാത്രം. വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ അശ്ലീല വെബ്സൈറ്റുകളിൽ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ രോഹിത്തിനെ സ്റ്റേഷൻ ജാമ്യം നൽകിയതിൽ KSU പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തുടർന്ന് മാർച്ചിൽ പോലീസ് ഇടപെട്ടുകൊണ്ട് സംഘർഷം ഉണ്ടാവുകയായിരുന്നു. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് KSU പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. 20ഓളം വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങളാണ് ഇയാൾ അശ്ലീല സൈറ്റുകൾ വഴി പ്രചരിപ്പിച്ചത്. ശ്രീശങ്കര കോളേജിലെ മുൻ SFI പ്രവർത്തകനാണ് രോഹിത്. രോഹിത്തിനെ ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റ് ചെയ്യണമെന്ന് KSU ആവശ്യപ്പെട്ടു. എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാലടി പോലീസ് സ്റ്റേഷനിലേക്കാണ് KSU പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. എന്നാൽ KCB ഓഫീസിന് സമീപം പോലീസ് മാർച്ച് തടയുകയായിരുന്നു. തുടർന്ന് സമരക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് സംഭവം കൂടുതൽ വഷളാക്കുകയായിരുന്നു പോലീസ്. ബാരിക്കേഡ് മറികടന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സ്ത്രീകളുടെ മാനത്തിന് ഒരു വിലയും നൽകാത്ത SFIക്ക് കൊടപിടിക്കുന്ന രീതിയാണ് പോലീസ് കൈക്കൊള്ളുന്നത്. സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞ SFI നേതാവ് രോഹിത്തിനെ എത്രയും വേഗം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജ്യസഭാ MP ജെബി മേത്തർ പറഞ്ഞു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് ജയിലിൽ അടയ്ക്കുകയാണ് വേണ്ടത്. കൊടും കുറ്റവാളിക്ക് ഒത്താശ ചെയ്തു നൽകുകയല്ല പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആഭ്യന്തര വകുപ്പ് മാതൃകാപരമായ ശിക്ഷാ നടപടികൾ എടുക്കണമെന്ന് KSU ആവശ്യപ്പെട്ടു. ഈ ആവശ്യം നടപ്പിലാക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും ഇതുമായി മുന്നോട്ട് പോവുകയുള്ളൂ. പ്രതികളെ പിടിച്ച് ശിക്ഷിക്കണം. അങ്ങനെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്.